ഹലോ എവരി വൺ. 2021 CDS എക്സാമിനേഷൻ്റെ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. UPSC കണ്ടക്ട് ചെയ്യുന്ന CDS എക്സാമിനേഷൻ എല്ലാ ജനറൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനുമുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അതായത് CDS എക്സാമിനേഷൻ്റെ GK പാർട്ട്, ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ കൃത്യമായി അനലൈസ് ചെയ്യുന്നൊരു കുട്ടിക്ക് ആ വർഷം നടക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അതിൽ നിന്ന് അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആയ ഒരു ക്വസ്റ്റ്യൻസ് ലഭിക്കുന്നതായിരിക്കും. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി ആൻസേഴ്സ് മാത്രം നോക്കി പോയാൽ പറ്റത്തില്ല. മറിച്ച് ഓരോ ക്വസ്റ്റ്യൻസും നോക്കി അതിൻ്റെ ഓപ്ഷൻസും അനലൈസ് ചെയ്ത് മുമ്പോട്ട് പോകണം. ചില ക്വസ്റ്റ്യൻസ് ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് ആണ്, ചില ക്വസ്റ്റ്യൻസ് അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിന് നമുക്ക് ഓപ്ഷൻസിൽ നിന്ന് ഡയറക്റ്റ് ആൻസറിലേക്ക് പോകണം. എന്നാൽ അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടെത്താനും സാധിക്കും. ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് എങ്ങനെ ആൻസറിലേക്ക് പോകാമെന്ന് ഈ വീഡിയോസ് കാണുന്നത് വഴി നിങ്ങൾക്ക് മനസ്സിലാകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ഈസ് ദ അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇൻ ദ Earth's crust? Option A 0.045%, 0.025%, 0.015%, 0.005%. ഇതിൻ്റെ ആൻസർ 0.025% ആണ്. 0.025% ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇതൊരു ഫാക്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. കൃത്യമായിട്ട് നമ്മളിത് പഠിക്കുകയും അതിൻ്റെ ആൻസർ 0.025% എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുകയും ആൻസർ കൊടുക്കുകയും ചെയ്യാം. Question number 2. While studying vegetation of an area, terms like population and community are often used. Which one of the following statements best describes a population? Option A: a group of organisms of one species living in the same area at the same time. Option B: a group of organisms of one species living in different areas during different seasons. Option C: a unit consisting of biotic and abiotic components. Option D: a group of organisms or of more than one species living in the same area at the same time. Option A ആണ് ആൻസർ. Option A: a group of organisms of one species living in the same area at the same time. അതായത് ഒരേ സ്പീഷീസിൽപ്പെട്ട ഓർഗാനിസംസ് ഒരു പർട്ടിക്കുലർ ഏരിയാസിൽ ജീവിക്കുകയാണെങ്കിൽ അതിനെ നമ്മളൊരു പോപ്പുലേഷൻ എന്ന് വിളിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ടീക്ക് പ്ലാന്റേഷൻസ് മാത്രമാണ് കാണുന്നത്. അപ്പോൾ ടീക്ക് പ്ലാന്റേഷൻസ് എന്ന് പറയുന്നത് ഒരു പോപ്പുലേഷനാണ്. അതേസമയം നിങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ടീക്കും അതേപോലെ തന്നെ നമുക്ക് മാവും പ്ലാവും ഒക്കെ കാണുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ തന്നെ ഒന്നിൽ കൂടുതൽ പ്ലാന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിനെ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കും. ഇതാണ് സ്പീഷീസ് പോപ്പുലേഷനും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഡിഫറൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 3. Who among the following will be at more risk with respect to the earthquake hazard zone specified by the Geological Survey of India? Option A: Shajit at Secunderabad. Option B: Ranbir at Indore. Option C: Malti at Pithogarh. Option D: Maitre at Bhubaneswar. Correct answer option C ആണ്, Malti at Pithogarh. Pithogarh is a place at Uttarakhand district. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളെ എർത്ത് ഹസാർഡ് സോൺ ആയിട്ട് ഹൈ സെൻസിറ്റീവ് റീജിയൻ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, പാർട്സ് ഓഫ് JNK, എസ്പെഷ്യലി ജമ്മു ആൻഡ് കാശ്മീർ വാലി, പാർട്സ് ഓഫ് JNK. 2, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഹിമാചൽ പ്രദേശ്, വെസ്റ്റേൺ പാർട്ട് ഓഫ് ഹിമാചൽ പ്രദേശ്. 3, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തരാഖണ്ഡ്, ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തരാഖണ്ഡ്.
ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഉത്തരാഖണ്ഡ്. 4 കച്ച് ഇൻ ഗുജറാത്ത്, കച്ച് ഇൻ ഗുജറാത്ത്. 5 പാർട്സ് ഓഫ് നോർത്തേൺ ബീഹാർ, പാർട്സ് ഓഫ് നോർത്തേൺ ബീഹാർ. 6 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ, all northeastern states of India or all 7 sisters, northeastern states of India. 7 ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇത്രയും പ്രദേശങ്ങളെയാണ് ഹൈലി ആക്റ്റീവ് സീസ്മിക് സോൺ ആയിട്ട് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഈ രീതിയിൽ അല്ലെ മറ്റൊരു രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. Question 4. 4 persons are traveling to different states of India. To whom will you advise to protect oneself from blizzards? Option A, the person traveling to Arunachal Pradesh, the person traveling to Assam, the person traveling to Tripura, the person traveling to Odisha. Then the answer, the person traveling to Arunachal Pradesh ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യനകത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് ബ്ലിസാർഡ് എന്ന് പറയുന്ന ടേം ആണ്. എന്താണ് ബ്ലിസാർഡ്? കോൾഡ് പൗഡറി വിൻഡ് വിളിക്കുന്ന പേരാണ് ബ്ലിസാർഡ്. ശക്തമായ തണുത്ത കാറ്റിനെ വിളിക്കുന്ന പേരാണ് ബ്ലിസാർഡ്. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ് നോക്കുകയാണ്. ഓപ്ഷൻ ഡി, പേഴ്സൺ ട്രാവലിംഗ് ടു ഒഡീഷ. ഒഡീഷയിൽ കോസ്റ്റൽ റീജിയൻ ഉള്ളത് കൊണ്ട് തന്നെ ശക്തമായ ബ്ലിസാർഡ്സ് അനുഭവപ്പെടുന്നില്ല. പേഴ്സൺ ട്രാവലിംഗ് ടു ത്രിപുര, ദെൻ പേഴ്സൺ ട്രാവലിംഗ് ടു ആസാം, then person traveling to Arunachal Pradesh. അപ്പോൾ അത് ഏറ്റവും ഹിമാലയത്തിന്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതൽ വരുന്നത് അരുണാചൽ പ്രദേശിലായതുകൊണ്ട് അവിടെ ബ്ലിസാർഡ്സിന് സാധ്യത കാണുന്നത് ഇന്ത്യയിൽ അരുണാചൽ പ്രദേശിൽ ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് പരിശോധിക്കുമ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 5. Which one of the following states is not prominent for plantation agriculture? Option A, Rajasthan. Option C, Nagaland. ഓപ്ഷൻ ഡി, കേരള. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പരിശോധിക്കാം. ഇവിടെ ഓപ്ഷൻ എ, രാജസ്ഥാനിലെ പ്ലാന്റേഷൻ അഗ്രികൾച്ചറിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഇല്ല. ഓപ്ഷൻ ബി, അസാം. അസാം ഈസ് ഫേമസ് ഫോർ ടീ പ്ലാന്റേഷൻസ്, നമുക്ക് ഓൾറെഡി അറിയാം. അസാം ഈസ് ഫേമസ് ഫോർ ടീ പ്ലാന്റേഷൻസ്. നാഗാലാൻഡ് ഈസ് ഫേമസ് ഫോർ കോഫി ആൻഡ് കാർഡമം പ്ലാന്റേഷൻ. അപ്പൊ നാഗാലാൻഡ് ടീ പ്ലാന്റേഷൻസ് ഉണ്ട്. കേരള അഗെയിൻ നമുക്കറിയാം ഫേമസ് ഫോർ കാർഡമം പ്ലാന്റേഷൻസ്. നമുക്ക് കാർഡമം ഹിൽസ് തന്നെ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ കേരള ഈസ് ഫേമസ് ഫോർ പ്ലാന്റേഷൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഇപ്പോൾ ആൻസറിലേക്ക് പോവുകയാണ്. ഓപ്ഷൻ എ, രാജസ്ഥാൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. Which one of the following biosphere reserves comprises islands with estuaries, beaches, coral reefs, salt marshes and mangroves? Option A, Sundarban Biosphere Reserve. Option B, Gulf of Mannar Biosphere Reserve. Option C, Nilgiri Biosphere Reserve. Option D, Nanda Devi Biosphere Reserve. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയി പരിശോധിക്കാം. ഓപ്ഷൻ എ, സുന്ദർബൻ ബയോസ്ഫിയർ റിസർവ്. സുന്ദർബൻ ബയോസ്ഫിയർ റിസർവ് വെസ്റ്റ് ബംഗാളിൽ ഗംഗാ ബ്രഹ്മപുത്രയുടെ റിവർ മൗത്തിലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്നു. ഗംഗാ ബ്രഹ്മപുത്ര നമുക്കറിയാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ വലിയ ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് സുന്ദർബൻ ഡെൽറ്റ. ഡെൽറ്റ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ എസ്റ്റുറീസ് ക്ലിയർ ആയിരിക്കത്തില്ല. അപ്പൊ ക്ലിയർ എസ്റ്റുറി, ഐലൻഡ്സ് വിത്ത് എസ്റ്റുറീസ്. അതേപോലെ തന്നെ അവിടെ കോറൽ റീഫ് കാണപ്പെടത്തില്ല. കാരണം കോറൽ റീഫിന് വളരാൻ ഉള്ള ഒരു കണ്ടീഷൻ അല്ല ഈ സുന്ദർബൻ ഡെൽറ്റ റീജിയൻ. അപ്പൊ ഓപ്ഷൻ എ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ എ അല്ല. ഓപ്ഷൻ ബി, ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ്. ഓപ്ഷൻ സി, നീലഗിരി ബയോസ്ഫിയർ റിസർവ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ലൊക്കേറ്റ് ചെയ്യുന്നത് കേരള, കർണാടക, തമിഴ്നാടുവിന്റെ ബോർഡറിലാണ്. അതൊരു ഹില്ലി ഏരിയയാണ്. അവിടെ ബീച്ചസും കോറൽ റീഫ്സും കാണപ്പെടുന്നില്ല. ഓപ്ഷൻ സി എലിമിനേറ്റ് ചെയ്തു. ഓപ്ഷൻ ഡി, നന്ദാദേവി ബയോസ്ഫിയർ റിസർവ്. നന്ദാദേവി ബയോസ്ഫിയർ റിസർവ് ഉത്തരാഖണ്ഡിലാണ്, ഹില്ലി ഏരിയയിലാണ്. അവിടെ ബീച്ചസ്, കോറൽ റീഫ്, സോൾട്ട് മാർഷസ് ഒന്നും കാണപ്പെടുന്നില്ല. ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്തു. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ആൻസറിലേക്ക് പോവുകയാണ്. ഓപ്ഷൻ ബി ആണ്, ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് ആണ് കറക്റ്റ് ആൻസർ.
തമിഴ്നാട്ടിലാണ് ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒരേ ഒരു മറൈൻ ബയോസ്ഫിയർ റിസർവ് ആണ് ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവ്. അതുകൊണ്ട് തന്നെ ഗൾഫ് ഓഫ് മാന്നാർ ബയോസ്ഫിയർ റിസർവിൽ നിങ്ങൾക്ക് എസ്റ്റുറീസ് കാണാം. എസ്റ്റുറീസ് മീൻസ് റിവർ മൗത്ത് ആണ്, റിവർ കടലിൽ ചേരുന്ന സ്ഥലം. ബീച്ചസ് കാണാം, കോറൽ റീഫ്സ് കാണാം, സോൾട്ട് മാർഷസ് ആൻഡ് മാംഗ്രോവ്സ് കാണാം. So your answer is option B, Gulf of Mannar Biosphere Reserve located in Tamil Nadu. Question number 7. The extent of damage caused by earthquake is not influenced by which one of the following? Option A, strength of earthquake. Option B, population density. Option C, type of building. Option D, climate of the area. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ക്വസ്റ്റ്യനകത്തെ കീവേഡ്സ് എന്ന് പറയുന്നത് ഡാമേജ് കോസ്ഡ് ബൈ എർത്ത് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ്. സ്ട്രെങ്ത് ഓഫ് എർത്ത് ഡാമേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. കാരണം എർത്ത് സ്ട്രെങ്ത് കൂടുവാണെങ്കിൽ ഡാമേജിന്റെ ഇന്റൻസിറ്റി കൂടുതലായിരിക്കും. പോപ്പുലേഷൻ ഡെൻസിറ്റി, തീർച്ചയായിട്ടും ഹൈ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള പ്രദേശങ്ങളിൽ കാഷ്വാലിറ്റി റേറ്റ് വളരെ കൂടുതലായിരിക്കും കമ്പയർ ടു ലെസ് പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള പ്രദേശങ്ങളെക്കാളും. ടൈപ്പ് ഓഫ് ബിൽഡിംഗ്, ചില ബിൽഡിംഗ് കൺസ്ട്രക്ഷൻസ് എർത്ത് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ അവിടെ കാഷ്വാലിറ്റീസ് ഡാമേജസ് കുറവായിരിക്കും, അല്ലെങ്കിൽ ഡാമേജസ് കൂടുതലായിരിക്കും. ക്ലൈമറ്റ് ഓഫ് ദി ഏരിയ, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് എർത്ത് എക്സ്റ്റെന്റ് ഓഫ് ഡാമേജ് കോസ്ഡ് ബൈ എർത്ത് ഈസ് നോട്ട് ഇൻഫ്ലുവൻസ്ഡ് ബൈ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് പോകാം, ക്ലൈമറ്റ് ഓഫ് ദി ഏരിയ. സോ ക്ലൈമറ്റ് ഓഫ് ദി ഏരിയ ഇസ് റൈറ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. Question number 8. An avalanche is a type of which one of the following disasters? Option A, atmospheric. Option B, terrestrial. Option C, aquatic. Option D, biological. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയിട്ട് പരിശോധിക്കാം. അറ്റ്മോസ്ഫിറിക് ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? അറ്റ്മോസ്ഫിറിക് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് സൈക്ലോൺ, ടൊർണാഡോ, ബ്ലിസാർഡ്സ്, ഇതൊക്കെ അറ്റ്മോസ്ഫിറിക് ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. അവലാൻഷ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവലാൻഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഐസ് ഷീറ്റോട് കൂടിയ ലാൻഡ് സ്ലൈഡിന് വിളിക്കുന്ന പേരാണ് അവലാൻഷ്. അപ്പൊ ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഡിസാസ്റ്റർ ആണ് അവലാൻഷ്. ടെറസ്ട്രിയൽ ഡിസാസ്റ്ററിന് മറ്റ് എക്സാമ്പിൾസ് ആണ്. ഒന്ന് അവലാൻഷ് ടെറസ്ട്രിയൽ ഡിസാസ്റ്റർ ആണ്. അവലാൻഷ് ഈസ് എ ടെറസ്ട്രിയൽ ഡിസാസ്റ്റർ. എന്താ ടെറസ്ട്രിയൽ ഡിസാസ്റ്റർ? നമുക്ക് ഭൂമിയുടെ സർഫസിൽ കാണപ്പെടുന്ന ഡിസാസ്റ്റർ ആണ് ടെറസ്ട്രിയൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. സോ അവലാൻഷ് ഈസ് എ ടെറസ്ട്രിയൽ ഡിസാസ്റ്റർ ആണ് അവലാൻഷ്. അവലാൻഷെ കൂടാതെ മറ്റ് ടെറസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾ ആണ് എർത്ത് വോൾക്കാനിക് ഇറപ്ഷൻ ഒക്കെയും ടെറസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സിന് എക്സാമ്പിൾസ് ആണ്. അക്വാറ്റിക് ഡിസാസ്റ്റർ ഏതൊക്കെയാണ്? ഫ്ലഡ് അക്വാറ്റിക് ഡിസാസ്റ്റർ ആണ്, ഫ്ലഡ്. അതേപോലെ തന്നെ ടൈഡൽ വേവ്സ് അക്വാറ്റിക് ഡിസാസ്റ്റർ ആണ്, ടൈഡൽ വേവ്സ്. സുനാമി അക്വാറ്റിക് ഡിസാസ്റ്റർ ആണ്, ഓർത്തിരിക്കണം. സുനാമി ഈസ് എ അക്വാറ്റിക് ഡിസാസ്റ്റർ. സുനാമി ഈസ് ആൻ അക്വാറ്റിക് ഡിസാസ്റ്റർ. ദെൻ ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഫംഗൽ, ബാക്ടീരിയൽ, ദെൻ വൈറൽ ഡിസീസസ് എല്ലാം തന്നെ നമുക്ക് ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഫംഗൽ, ഫോർ എക്സാമ്പിൾ നമുക്കറിയാം ഇപ്പോഴത്തെ കൊറോണ പാൻഡമിക് എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് ആണ്, അതൊരു ബയോളജിക്കൽ ഡിസാസ്റ്റർ ആണ്. ഇപ്പൊ ഫംഗൽ, ബാക്ടീരിയൽ ആൻഡ് വൈറൽ ഡിസീസസ് എല്ലാം തന്നെ ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആണ്. ഇത് ഈ ഒരു എക്സാമിന് ടെറസ്ട്രിയൽ ഡിസാസ്റ്റർ ആണ് ചോദിച്ചതെങ്കിൽ മറ്റ് എക്സാംസിന് ബാക്കി ഓപ്ഷൻസിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ടെറസ്ട്രിയൽ ഡിസാസ്റ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 9. Streams and rivers coming from the mountains deposit heavy materials of rocks and boulders in option A, Khadar. Option B, Bangar. Option C, Babar. Option D, Terai. നമുക്ക് ഓരോ ഓപ്ഷൻസ് ആയി പരിശോധിക്കാം. ഖാദർ എന്നാൽ എന്താണ്? ഖാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലൂവിയം ഡിപ്പോസിറ്റ്, എസ്പെഷ്യലി ന്യൂ അലൂവിയം ഡിപ്പോസിറ്റ് വിളിക്കുന്ന പേരാണ് ഖാദർ. ന്യൂ അലൂവിയം ഡിപ്പോസിറ്റ് അതൊരു സെഡിമെന്റ്സിന്റെ ഒരു ഡിപ്പോസിഷൻ ആണ്, റിവേഴ്സ് കൊണ്ടുവരുന്ന ഡിപ്പോസിഷൻ ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഖാദർ. അപ്പൊ അത് ഓപ്ഷൻ എ അല്ല നമ്മുടെ ഉത്തരം. ഓപ്ഷൻ ബി, ഭാങ്കർ.
ഭാങ്കർ എന്ന് പറഞ്ഞാൽ ഓൾഡ് അലൂവിയൻ ഡിപ്പോസിറ്റിനെ വിളിക്കുന്ന പേരാണ് ഭാങ്കർ. ഓൾഡ് അലൂവിയൻ ഡിപ്പോസിറ്റ് ആണ് ഭാങ്കർ. ഓപ്ഷൻ ബിയു അല്ല ഉത്തരം. നെക്സ്റ്റ് ബാബർ ടെറായി. എന്താണ് ബാബറും ടെറായിയും? നമുക്കറിയാം ഹിമാലയത്തിനെ ഹിമാദ്രി, ഹിമാചൽ, ഷിവാലിക് എന്ന് പറയുന്ന 3 ലെയേഴ്സ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഏറ്റവും നോർത്തേൺ മോസ്റ്റ് ലെയറായ ഹിമാദ്രി, പിന്നെ ഹിമാചൽ അതിന്റെ സൗത്തിലായി ലൊക്കേറ്റ് ചെയ്യുന്നു, ഹിമാചലിന്റെ സൗത്തിലായിട്ട് ഷിവാലിക് ലൊക്കേറ്റ് ചെയ്യുന്ന നമുക്കറിയാം. ഈ ഷിവാലിക്കിന്റെ ഫുഡ് ഹിറ്റ്സിൽ പെബിൾസ് നിറഞ്ഞൊരു പ്രദേശമുണ്ട്. പെബിൾസ് നിറഞ്ഞ ഒരു പ്രദേശം, എ ലാൻഡ് ഫിൽഡ് വിത്ത് പെബിൾസ്. ഈ പെബിൾസ് നിറഞ്ഞ പ്രദേശത്തിലേക്ക് അവിടെ വരുന്ന ഹിമാലയൻ റിവേഴ്സ് ഫീൽ ഡിസപ്പിയർ. ഈ പ്രദേശത്ത് വിളിക്കുന്ന പേരാണ് ബാബർ. BHABAR ബാബർ. ഈ ഹിമാലയൻ റിവേഴ്സ് റീഅപ്പിയർ ചെയ്യുന്ന ഒരു മാഷി ലാൻഡ് ഉണ്ട്. ഇതിന് വിളിക്കുന്ന പേരാണ് ടെറായി. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. സ്ട്രീംസ് ആൻഡ് റിവേഴ്സ് കമ്മിങ് ഫ്രം ദ മൗണ്ടെയിൻസ് ഡിപ്പോസിറ്റ്സ് ഹെവി മെറ്റീരിയൽസ് ഓഫ് റോക്സ് ആൻഡ് ബോൾഡേഴ്സ്. ഇപ്പൊ ഹെവി മെറ്റീരിയൽസ് ഓഫ് റോക്സ് ആൻഡ് ബോൾഡേഴ്സ് കാണപ്പെടുന്നത്, പെബിൾസ്, ഹെവി പെബിൾസ് കാണപ്പെടുന്നത് ബാബർ റീജിയനിലാണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ സി ബാബർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ബാബർ ആണ്. We can move to next question. Question number 10. Which of the following statements are correct with respect to time zones in India? There is one standard time for the whole country. Andaman and Nicobar Islands and Lakshadweep Islands have different time zones. Indian standard time is 5.5 hours behind GMT. Select the correct answer using the codes given below. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ്മെന്റ് 1, there is one standard time for the all country. ഇന്ത്യക്ക് പൂർണ്ണമായി മൊത്തത്തിൽ ഇന്ത്യക്ക് ഒറ്റ ടൈം സോൺ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. 2, ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ആൻഡ് ലക്ഷദ്വീപ് ഐലൻഡ്സ് ഹാവ് ഡിഫറെന്റ് ടൈം സോൺസ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഭാഗമായ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിനും ലക്ഷദ്വീപിനും സെപ്പറേറ്റ് ഒരു ടൈം സോൺ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 5.5 hours ബിഹൈൻഡ് GMT. ഈ സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ ക്ലിയർ ആയി വായിക്കണം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 5.5 hours ബിഹൈൻഡ് GMT അല്ല. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഈസ് 5.5 hours ahead GMT ആണ്. സോ statement 3 തെറ്റാണ്. So we have only one statement as correct statement. So we have to choose the correct statement. Correct statement is option A, one only എന്ന് പറയുന്നതായിരിക്കും correct statement. Question number 11. D had recently visited Kardungla, Nubra Valley and several Buddhist monasteries. Which one of the following state or union territory she visited? Option A, Himachal Pradesh. Option B, Uttarakhand. Option C, Sikkim. Option D, Ladakh. ഹിമാചൽ പ്രദേശ് ആണെങ്കിൽ, ഉത്തരാഖണ്ഡ് ആണെങ്കിൽ, സിക്കിം ആണെങ്കിൽ, ലഡാക്ക് ആണെങ്കിൽ എല്ലാം ബുദ്ധിസ്റ്റ് മൊണാസ്ട്രീസ് കാണപ്പെടുന്നുണ്ട്. പക്ഷെ ക്വസ്റ്റ്യന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് ഖർദുംഗ്ല എന്ന് പറയുന്ന പാസ് ആണ്. ഖർദുംഗ്ല പാസ് ഈസ് ലൊക്കേറ്റഡ് ലഡാക്ക് എന്ന് അറിയാവുന്ന ആൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആൻസർ എഴുതാം. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ലഡാക്ക്. Question 12. Which one of the following states receives rainfall from both the Arabian Sea branch and the Bay of Bengal branch of monsoon? Option A, Punjab. Option B, Maharashtra. Option C, Meghalaya. Option D, Tamil Nadu. വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ക്വസ്റ്റ്യൻ റെയിൻഫോൾ ഫ്രം ബോത്ത് അറേബ്യൻ സീ ബ്രാഞ്ച് ആൻഡ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്നാണ്. മൺസൂൺ പഠിക്കുന്ന ഒരാൾക്കറിയാം ഇന്ത്യൻ മൺസൂണിന് അറേബ്യൻ സീ ബ്രാഞ്ച് എന്നും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്നും പറയുന്ന 2 ബ്രാഞ്ചസ് കാണാൻ സാധിക്കും. അറേബ്യൻ സീയുടെ മുകളിൽ കൂടി വീശി വരുന്നതിനെ നമ്മൾ അറേബ്യൻ സീ ബ്രാഞ്ച് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അടുത്തതിനെ നമ്മൾ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് എന്ന് വിളിക്കും. അറേബ്യൻ സീ ബ്രാഞ്ച് ഓഫ് മൺസൂൺ നമുക്ക് ഓരോ ഓപ്ഷൻസ് പരിശോധിക്കാം. പഞ്ചാബ് ആണ്. പഞ്ചാബ് നമുക്ക് കൺഫ്യൂഷൻ നിൽക്കുന്നു. കാരണം പഞ്ചാബ് നമുക്ക് അറേബ്യൻ സീയുടെയോ ബേ ഓഫ് ബംഗാളിന്റെയോ നമുക്ക് ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് വരും നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കത്തില്ല. മഹാരാഷ്ട്രയാണ്. മഹാരാഷ്ട്ര കൃത്യമായിട്ടും വെസ്റ്റേൺ ഗട്ട്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റേൺ മൺസൂണിന്റെ അറേബ്യൻ സീ ബ്രാഞ്ചിന്റെ ഇൻഫ്ലുവൻസ് വരുന്ന പ്രദേശമാണ്. അപ്പൊ മഹാരാഷ്ട്ര അറേബ്യൻ സീ മൺസൂണിന്റെ ബ്രാഞ്ചിന്റെ മാത്രം ഇൻഫ്ലുവൻസ് വരുന്ന പ്രദേശമായതുകൊണ്ട് മഹാരാഷ്ട്ര ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. മേഘാലയ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. അത് ബേ ഓഫ് ബംഗാൾ
ബ്രാഞ്ചിന്റെ മാത്രം ഇൻഫ്ലുവൻസിൽ വരുന്നതായതുകൊണ്ട് ആ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു. തമിഴ്നാടു എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സിന്റെ റെയിൻ ഷാഡോ റീജിയനിൽ കിടക്കുന്ന പ്രദേശമായതുകൊണ്ട്, മഴ നിഴൽ പ്രദേശമായതുകൊണ്ട് അവിടെ മൺസൂണിന്റെ ഇൻഫ്ലുവൻസ് വരുന്നില്ല. അഥവാ സൗത്ത് വെസ്റ്റേൺ മൺസൂണിന്റെ ഇൻഫ്ലുവൻസിൽ നിന്ന് മഴ ലഭിക്കുന്നത് മഴ നിഴൽ പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ അത് ആൻസർ നമുക്ക് വരുന്നില്ല. തമിഴ്നാട്ടിൽ നമുക്ക് റിട്രീറ്റിംഗ് മൺസൂണിൽ നിന്ന് മാത്രമാണ്, നോർത്ത് ഈസ്റ്റേൺ മൺസൂൺ അഥവാ റിട്രീറ്റിംഗ് മൺസൂണിൽ നിന്ന് മാത്രമാണ് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് അറേബ്യൻ സീ ബ്രാഞ്ചും ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെയും ഇൻഫ്ലുവൻസിൽ മഴ ലഭിക്കാത്ത പ്രദേശമാണ് തമിഴ്നാട്. ഓപ്ഷൻ ഡി എലിമിനേറ്റ് ചെയ്തു. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ആൻസർ ഓപ്ഷൻ എ പഞ്ചാബ്. ഇനി പഞ്ചാബിന്റെ പ്രത്യേകത എന്താണ്, എങ്ങനെയാണ് ഇപ്പൊ ഇവിടെ നോർത്ത് വെസ്റ്റിൽ കിടക്കുന്ന പഞ്ചാബില് എങ്ങനെയാണ് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിൽ നിന്ന് മഴ ലഭിക്കുന്നത്? ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ഇവിടെ വരുന്ന ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആയിട്ട് വരുന്ന സൗത്ത് വെസ്റ്റേൺ മൺസൂൺ മീൻസ് ടിബറ്റൻ ഹൈലാൻഡ്സിനാൽ അവിടുത്തെ ലോ പ്രഷറിന് അട്രാക്റ്റഡ് ആകുകയും അതിലേക്ക് മൂവ് ചെയ്യുകയും ബേ ഓഫ് ബംഗാളിൽ നിന്ന് ഡിഫ്ലക്ട് ചെയ്ത് ബീഹാർ വഴി UP വഴി ടിബറ്റിലേക്ക് മൂവ് ചെയ്യുവാണ്. പക്ഷെ അവിടെ നമുക്കറിയാം ഇന്ത്യയുടെ നോർത്തേൺ സൈഡിൽ മൈറ്റി ഹിമാലയാസ് ഇരിക്കുന്നു. മൈറ്റി ഹിമാലയാസ് അതേപോലെ ഇന്ത്യൻ പ്ലെയിൻസിന്റെ പ്രത്യേക പൊസിഷൻസ് കാരണം, അപ്പം ടിബറ്റൻ പ്ലെയിൻസ് അതേപോലെ തന്നെ മൈറ്റി ഹിമാലയാസ്, ഇന്ത്യൻ പ്ലെയിൻസിന്റെ പ്രത്യേക പൊസിഷൻസ്, ഇതൊക്കെയും ഈ മൺസൂൺ വിൻസിനെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിനെ ഡൽഹി റീജിയനിലേക്ക് അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ ഡൽഹി റീജിയനിലേക്ക് എത്തുന്ന, ബീഹാർ വഴി UP വഴി ഡൽഹി റീജിയനിലേക്ക് എത്തുന്ന ഈ മൺസൂൺ വിൻഡ് അറേബ്യൻ സീ ബ്രാഞ്ചുമായി ഡൽഹി വെച്ച് മീറ്റ് ചെയ്യുകയും അത് പിന്നീട് പഞ്ചാബ് റീജിയൻ, ഹരിയാന റീജിയനിലേക്കൊക്കെ, ഉത്തരാഖണ്ഡ് റീജിയനിലേക്ക് മഴ കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെയും അറേബ്യൻ സീ ബ്രാഞ്ചിന്റെയും രണ്ടിന്റെയും കൂടെ പൊതുവായ ഇൻഫ്ലുവൻസിൽ വരുന്ന ഒരു പ്രദേശമേ ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളൂ, ദാറ്റ് ഈസ് പഞ്ചാബ്. Question number 13. S had witnessed contour bunding and contour plowing while visiting one of the states in India. Identify the state from the options given below. ഇവിടുത്തെ കീ പോയിന്റ് എന്ന് പറയുന്നത് കോണ്ടൂർ ബണ്ടിങ് ആൻഡ് കോണ്ടൂർ പ്ലവിംഗ് ആണ്. കോണ്ടൂർ ബണ്ടിങ് ആൻഡ് കോണ്ടൂർ പ്ലവിംഗ് എന്ന് പറഞ്ഞാൽ ഹില്ലി ഏരിയാസിൽ കാണുന്ന ടൈപ്പ് ഓഫ് കൾട്ടിവേഷൻ ആണ്. ഇപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ 4 ഓപ്ഷൻസ് കാണാം. ഇത് നമുക്കറിയാം പഞ്ചാബ് പ്ലെയിൻസ് ആണ്. അപ്പൊ പ്ലെയിൻസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കോണ്ടൂർ ബണ്ടിങ് കോണ്ടൂർ പ്ലവിംഗ് ആവശ്യമില്ല. ഹരിയാന പ്ലെയിൻസ് ആണ്, അവിടെയും കോണ്ടൂർ ബണ്ടിങ് ആൻഡ് പ്ലവിംഗ് ആവശ്യമില്ല. രാജസ്ഥാൻ നമുക്കറിയാം ഓൾഡ് അലൂവിയൻ ഡിപ്പോസിറ്റ്സ് ഉള്ള രാജസ്ഥാൻ ഭാഗമുള്ള പ്ലെയിൻസ് ആണ് രാജസ്ഥാൻ എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് അലൂവിയൻ ഡിപ്പോസിറ്റ് ബണ്ടിങ് ആൻഡ് കോണ്ടൂർ പ്ലവിംഗ് കാണാനുള്ള ഒരേ ഒരു പ്രദേശമേ ഉള്ളൂ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന്. ഓപ്ഷൻ സി ഹിമാചൽ പ്രദേശ്. So right answer of this question is option C, Himachal Pradesh. Question number 14. Identify the state on the basis of the following characteristics. Tropic of Cancer passes through the state. The state has more north-south extension. The state has international border with Bangladesh and Myanmar. Select the correct answer using the code given below. ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് വിശദമായി പരിശോധിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സിനെ അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ടോപ്പിക് ഓഫ് ക്യാൻസർ പാസസ് ത്രൂ ദ സ്റ്റേറ്റ്. നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് 4 എണ്ണം. എ ത്രിപുര, ബി മിസോറാം, സി നാഗാലാൻഡ്, ഡി മണിപ്പൂർ. 4ഉം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യയിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന 8 സംസ്ഥാനങ്ങൾ പരിശോധിക്കുമ്പോൾ അതിൽ 2 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് മാത്രമേ വരുന്നുള്ളൂ. അത് ഒന്ന് ത്രിപുരയും അടുത്തത് മിസോറാമും ആണ്. അപ്പൊ നാഗാലാൻഡും മണിപ്പൂർ എന്ന് പറയുന്നത് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ആദ്യം തന്നെ എലിമിനേറ്റ് ചെയ്യുന്നു. അടുത്തത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദ സ്റ്റേറ്റ് ഹാസ് മോർ നോർത്ത് സൗത്ത് എക്സ്റ്റൻഷൻ. അതൊരു കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ആ സ്റ്റേറ്റ്മെന്റിനെ അവിടെ പോസ്റ്റ് ചെയ്യുന്നു. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് വരുന്നു. സ്റ്റേറ്റ്മെന്റ് ഹാസ് ഇന്റർനാഷണൽ ബോർഡർ വിത്ത് ബംഗ്ലാദേശ് ആൻഡ് മ്യാൻമാർ. വീണ്ടും അറ്റ്ലസ് നോക്കുന്ന, ജോഗ്രഫിയുടെ അറ്റ്ലസ് നോക്കുന്ന ആൾക്കറിയാം ഇന്ത്യൻ സ്റ്റേറ്റ്സിൽ ത്രിപുരയ്ക്ക് ബംഗ്ലാദേശുമായിട്ട് മാത്രമേ അതിർത്തിയുള്ളൂ. ത്രിപുരയുടെ 3 സൈഡും ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശുമായിട്ടും മ്യാൻമാറുമായിട്ടും അതിർത്തി പങ്കുവയ്ക്കണം. ബംഗ്ലാദേശുമായിട്ടും മ്യാൻമാറുമായിട്ടും അതിർത്തി പങ്കുവയ്ക്കുന്ന തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വരുന്ന ഒരേ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് മിസോറാം ആണ്. സോ റൈറ്റ് ആൻസർ ഓഫ് ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഓപ്ഷൻ ബി, മിസോറാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 15. M wants to visit a place in a union territory which is located at 34° north and 77° east. Which one of the following union territories must he have planned to visit?
Option A, Andaman Nicobar Islands, Lakshadweep. Option B, Lakshadweep. Option C, Puducherry. Option D, Ladakh. ഈ ക്വസ്റ്റ്യന്റെ കീ പോയിന്റ് എന്ന് പറയുന്നത് ഇതിന്റെ ലാറ്റിറ്റ്യൂഡ് തന്നെയാണ് 34° നോർത്ത് ആൻഡ് 77° ഈസ്റ്റ്. നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന ഇമാജിനറി ലൈൻ ദാറ്റ് പാസസ് ടു 23.5° ഇൻ ഇന്ത്യ. 23.5°. അപ്പൊ 23 ഇന്ത്യയിലെ യൂണിയൻ ടെറിട്ടറീസ് തന്നിരിക്കുന്ന ഓപ്ഷൻസിലെ യൂണിയൻ ടെറിട്ടറീസ് നോക്കുകയാണെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്, ലക്ഷദ്വീപ്, പുതുച്ചേരി ഇതൊക്കെയും കിടക്കുന്നത് 23.5° ലാറ്റിറ്റ്യൂഡിന്റെ താഴെയാണ്, സൗത്തിലായിട്ടാണ്. 23.5° ലാറ്റിറ്റ്യൂഡിന്റെ നോർത്തിലായിട്ടുള്ള പ്രദേശമാണ് 34° നോർത്ത് വരുന്നത്. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഒറ്റ ഉത്തരവേ നമുക്ക് എഴുതാൻ സാധിക്കത്തുള്ളൂ, ഓപ്ഷൻ ഡി, ലഡാക്ക്. നമുക്കറിയാം ട്രോപ്പിക് ഓഫ് ക്യാൻസറിന് നോർത്തിലായിട്ട് ലൊക്കേറ്റ് ചെയ്യുന്ന അഥവാ 23.5° മുകളിലായി നോർത്തിലായി ലൊക്കേറ്റ് ചെയ്യുന്ന യൂണിയൻ ടെറിട്ടറീസിന് എക്സാമ്പിൾസ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ, ലഡാക്ക്, ചണ്ഡീഗഡ്. പക്ഷെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്ക് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സ്, ലക്ഷദ്വീപ്, പുതുച്ചേരി മൂന്നും ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ സൗത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. Question number 16. Consider the following statements with respect to the adolescent population, age group of 10 to 19 years in India, according to 2011 census. Adolescent population comprises half the population of the country. 2. The group is regarded as youthful population with high potential. 3. In this group, there are greater number of females than males. Okay. നമുക്ക് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് പരിശോധിക്കാം. ഒന്ന്, അഡോളസെന്റ് പോപ്പുലേഷൻ കംപ്രൈസസ് ഹാഫ് ദ പോപ്പുലേഷൻ ഓഫ് ദി കൺട്രി. ഇന്ത്യയിലെ 2011 സെൻസസ് പ്രകാരം എന്ന് കൃത്യമായി ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിന്റെ ഏജ് ഗ്രൂപ്പും പറയുന്നുണ്ട് 10 to 19 years ആണ്. നമുക്ക് ഓരോ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഇന്ത്യയിലെ ആകെ പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 2011 സെൻസസ് അനുസരിച്ച് അത് 1205.6 മില്യൺ ആണ്. അതിൽ അഡോളസെന്റ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 236.5 മില്യൺ മാത്രമാണ്. അപ്പൊ നമുക്കറിയാം അഡോളസെന്റ് പോപ്പുലേഷൻ കംപ്രൈസസ് ഹാഫ് ദ പോപ്പുലേഷൻ ഓഫ് ദ കൺട്രി എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മിനിമം 602 സംതിങ് വരണമായിരുന്നു. അടുത്ത് നമുക്ക് നോക്കാം, ഗ്രൂപ്പ് ഈസ് റിഗാർഡഡ് ആസ് യൂത്ത്ഫുൾ പോപ്പുലേഷൻ വിത്ത് ഹൈ പൊട്ടൻഷ്യൽ. അതൊരു ട്രിക്കി സ്റ്റേറ്റ്മെന്റ് ആണ്. ആ സ്റ്റേറ്റ്മെന്റ് നമ്മളോട് പോസ് ചെയ്ത് നമ്മൾ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോയി. ഇൻ ദിസ് ഗ്രൂപ്പ് ദർ ആർ ഗ്രേറ്റർ നമ്പർ ഓഫ് ഫീമെയിൽസ് ദാൻ മെയിൽസ്. 2011 സെൻസസ് നോക്കുന്ന ആൾക്കാർക്ക് അറിയാം ആ സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. 2011 സെൻസസ് അനുസരിച്ച് അഡോളസെന്റ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് 898 ആണ്. 898, അതായത് 1000 പുരുഷന്മാർക്ക് 898 സ്ത്രീകൾ എന്ന രീതിയിലാണ് 2011 സെൻസസ് അനുസരിച്ചുള്ള അഡോളസെന്റ് സെക്സ് റേഷ്യോ. അപ്പൊ ഓപ്ഷൻ 3യും തെറ്റാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 2 only. The group is regarded as youthful population with high potential. എന്നാൽ ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ യൂത്ത്ഫുൾ പോപ്പുലേഷൻ എന്ന് കണക്കാക്കുന്നത് 15 മുതൽ 24 വയസ്സുള്ള പ്രായമുള്ള ഒരു ഏജ് ഗ്രൂപ്പിലെയാണ്. 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യയിലെ യൂത്ത്ഫുൾ പോപ്പുലേഷനായി കണക്കാക്കുന്നത് 15 മുതൽ 24 വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരെയാണ്. എങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഉത്തരം എഴുതേണ്ടതുകൊണ്ട് നമുക്ക് ഓപ്ഷൻസ് ബി 2 only എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഡോളസെന്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യം ഇന്ത്യയാണെന്നും ഈ സമയത്ത് ഓർത്തു വെക്കുക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ അഡോളസെന്റ് പോപ്പുലേഷൻ ഉള്ള രാജ്യം ഇന്ത്യയാണ്. Question number 17. Insectisols, entisol, vertisols and mollisols are orders of which one of the following? Sugarcane, soil, coal, copper. These are the orders of soil formation order ആണത്. That is insectisols, endisols, vertisols and mollisols are related to soil. Next question number 18. D performs her train journey by the shortest route from
Bengaluru to New Delhi. Which one of the following rivers will she not cross while performing the journey? Option A, Narmada. Option B, Yamuna. Option C, Godavari. Option D, Krishna. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നമുക്കറിയാം ബംഗളൂരുവിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കൃഷ്ണ, ഗോദാവരി, നർമ്മദ തുടങ്ങിയ റിവേഴ്സ് ക്രോസ് ചെയ്തേ ഒക്കത്തുള്ളൂ. കൃഷ്ണ റിവർ ക്രോസ് ചെയ്യുന്ന വ്യക്തി ഗോദാവരി റിവർ ക്രോസ് ചെയ്യണം. ഗോദാവരി ക്രോസ് ചെയ്യുന്ന വ്യക്തി നർമ്മദ റിവർ ക്രോസ് ചെയ്യണം. എന്നാൽ യമുന റിവർ ക്രോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. യമുനയുടെ ബാങ്ക്സിൽ ഡൽഹി ലൊക്കേറ്റ് ചെയ്യുന്നു. എങ്കിലും യമുന ക്രോസ് ചെയ്യാതെ തന്നെ വ്യക്തിക്ക് ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും, സൗത്തിൽ നിന്ന് വരുന്ന വ്യക്തിക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, യമുനയാണ്. Question number 19. In a discussion, M from Arunachal Pradesh, J from Assam, N from Meghalaya and S from Nagaland are claiming that as per census 2011, their state has the maximum density of population. Identify the person making the correct claim. Option A, M. Option B, J. Option C, N. Option D, S. Again, ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. അതിനകത്ത് കുറച്ച് ആൽഫബറ്റ്സ് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ഒഴിച്ചാൽ ബാക്കി ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി അറിയാവുന്ന ഒരാൾക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കും. ചില എലിമിനേഷൻ പോസിബിലിറ്റീസും അവിടെയുണ്ട്. ഓപ്ഷൻ എം, അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശ് നമുക്കറിയാം ലീസ്റ്റ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കാണപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 17 മാത്രമാണ്. 17 പെർ സ്ക്വയർ കിലോമീറ്റർ. അരുണാചൽ പ്രദേശിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വെറും 17 പെർ സ്ക്വയർ കിലോമീറ്റർ ആണ്. ഒരു 17 ആൾക്കാർ മാത്രമാണ് ഒരു സ്ക്വയർ കിലോമീറ്ററിൽ കാണപ്പെടുന്നത്. ലീസ്റ്റ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ കാണപ്പെടുന്ന ഇന്ത്യൻ സ്റ്റേറ്റ് ആണ് അരുണാചൽ പ്രദേശ്. അതുകൊണ്ട് തന്നെ എം എന്ന് പറയുന്ന ഉത്തരം വരത്തില്ല. അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത ഓപ്ഷൻ ബി, ജെ, ആസാം. ആസാമിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ സെൻസസ് ഒക്കെ വൃത്തിയായി നമുക്ക് നോക്കേണ്ട ഏരിയ ആണ്. ആസാമിലെ സെൻസസ് ഓഫ് പോപ്പുലേഷൻ 398 ആണ്. അതേപോലെ തന്നെ അടുത്തത് മേഘാലയ. മേഘാലയയിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ നമുക്ക് നോക്കാം. മേഘാലയയിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2011 സെൻസസ് പ്രകാരം 132 ആണ്. അടുത്തത് നാഗാലാൻഡ്. നാഗാലാൻഡിലെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ 2011 സെൻസസ് പ്രകാരം 119 ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ള പോപ്പുലേഷൻ കാണപ്പെടുന്ന ആസാമാണ്. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും അല്ല. അവർ ആൻസർ ഈസ് ഓപ്ഷൻ ബി. താങ്ക് യു.